മാത്യു, എന്താടാ ഇതൊക്കെ? എന്താ പറ്റിയേ? ഒന്നുമില്ല, പറ മാത്യു. അവന്മാരാ കാശിയുണ്ടോ? പക്ഷെ അവനെ കൊണ്ട് അവന്മാര് പറഞ്ഞു തല്ലിച്ച. അവര് പറഞ്ഞ അവൻ എന്ത് ചെയ്യോ എന്നാ അറിയണമല്ലോ. ജേഡ വേണ്ട, എനിക്ക് വേണം. പോണ്ടേ? പോവാം. അതിനു മുമ്പൊരു പടം കാട്ടാനുണ്ട്. നിങ്ങൾ എന്താ കളിക്ക? വാ, കോളേജിൽ പോണ്ടേ? ഇവിടെ സിനിമയും കണ്ടിരുന്നാ മതിയോ? അവനെ കാണാനായിരിക്കും. ആരെ? അഭിനയിക്കുന്നോളാം നായെ. നീയും മറ്റവനും തമ്മിൽ എന്താടാ? എന്ത്? ഞാനവൻ കേസ് കൊടുക്കുന്നോന്നറിയാൻ വേണ്ടുന്നല്ലാണ്ട് കള്ളം പറയുന്നോടാ പന്നി. ഞങ്ങൾ അവന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങള് കണ്ടടാ കഴിവറി. നീയും അവനും കൂടെ ഇന്നലെ രാത്രി ഇവിടെ കാട്ടിക്കൂട്ടിയതല്ല. ആണും പെണ്ണും കേട്ട ജന്തു. ഞങ്ങളുടെ കൂടെ നടന്നിട്ട് നായെ, നിന്റെ കൂടെ ഇത്ര കാലം നടന്നേന്ന് ആലോചിക്കുമ്പോ തന്നെ ഉറപ്പാവ്. നീ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ കിടന്നതും ഇരുന്നതും വേറൊന്നും മനസ്സിൽ കണ്ടിട്ടല്ല ആർക്കറിയാം. നോ, വാടിക്കടപ്പ. നീ പോയി സാരി കൊടുത്ത് നടക്കണം മൈര, അല്ലെങ്കിൽ അവന്റെ ആസനം പോയി നോക്ക്. നോക്കി ചെറയട പന്നി. തല്ലിക്കൊല്ലട ഈ ആണും പെണ്ണും കെട്ടാണ്. ഹരി വേണ്ട, നിന്റെ ഹോർമോണൊക്കെ തല്ലി ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇനി നിന്നെ അവനെ ഒന്നിച്ച് കണ്ട രണ്ടിന്റെയും ക്ലിപ്പ് നിന്റെയൊക്കെ വീട്ടുകാരടക്കം എല്ലാരും കാണും. മൂന്ന് ദിവസം കിടന്ന കിടപ്പ് കിടന്നു, ബോധം പോലും ഇല്ലാണ്ട്. ഒരു തുള്ളി വെള്ളം തൊണ്ടേന്ന് ഇറക്കിയപ്പോ ഉള്ളു കത്തിപ്പോണ പോലെ ആയിരുന്നു. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോയ. അവിടെ മാത്യുവും ജേഡനും ഇല്ലായിരുന്നു. ഹരിയെയും ഡെനിലിനെയും കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. റിയയും ഞാനും മാത്രം ബാക്കി. ആർക്കും വേണ്ടാതെ, ഒരു ഉത്തരം പോലും ഇല്ലാതെ ഞാൻ വീട്ടിൽ പോയി. വന്നോ? ഇന്നും കൂടെ നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അച്ഛനും കൂടെ നാളെ അങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എവിടെയായിരുന്നു നീ? എനിക്ക് സുഖമില്ലായിരുന്നു. എന്തുപറ്റി? പനി. ഈശ്വര, എന്നാ നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുമ്പോ കോൾ എടുക്കുകയെങ്കിലും ചെയ്തൂടെ? കാശി, എന്താടാ? ഒന്നുമില്ലമ്മ. കള്ളം പറയാന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. കാശി, അമ്മേനോട് പോർക്കണം. എന്താടാ നീ കാര്യം പറ. എനിക്കൊരു ഇഷ്ടമുണ്ട്. അത് പറ. അവള് തേച്ചോ? എനിക്ക് ജേഡനെ ഇഷ്ടം. എന്താ നീ പറഞ്ഞേ? എനിക്ക് ജേഡനെ ഇഷ്ടം. അസത്തെ, ഇത് നിന്റെ വായന കേൾക്കുന്നതിന് പകരം കൊല്ലാൻ പാടില്ലായിരുന്നു നിനക്കെന്നെ. എന്റെ ഭഗവതി, ഇതൊക്കെ കാണാനും കേൾക്കാനും ഞാൻ എന്ത് പാപം ചെയ്തു? അമ്മ, നീ എന്നെ വിളിക്കരുത് കാശി. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? കാശി, എന്റെ കൺവന്ന് പോ. നാളെ നീ എന്റെ കൂടെ ജോത്സ്യന്റെ അടുത്ത് വരണം. എന്തോ ദോഷമുണ്ട്, അതാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ഒന്ന് നിർത്ത്. എനിക്കൊരു ദോഷമില്ല. ഇതെന്റെ തോന്നലല്ല. ഇതാ ഞാൻ. ഇങ്ങനാണ് ഞാൻ. അമ്മയുടെ കാശി ഇങ്ങനെയാ. എന്റെ അമ്മയ്ക്ക് വേണ്ടേ? ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ ജനിച്ചപ്പോ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മേനെ കൊന്നു കളയുമായിരുന്നോ? ഞാൻ ഇങ്ങനെയാന്ന് അറിഞ്ഞ അമ്മ കരയെന്ന് അറിയാവുന്നോണ്ടാ ഞാൻ എന്നെ തന്നെ വേറെ എന്തൊക്കെയോ ആക്കിയത്. അവന്മാരുടെ കൂടെ കൂടിയത് നിങ്ങൾക്ക് എന്നെ ഒരു സംശയം തോന്നാതിരിക്കാൻ. പക്ഷെ ജേഡൻ എന്നെ പോലെ മറ്റൊരാളെ കണ്ടപ്പോ
എന്റെ കയ്യിൽ പോയമ്മ. അവൻ പോയേ, അവൻ പോയമ്മ. അവൻ ദയവേദ അച്ഛനോട് പറയരുത്. എനിക്ക് അച്ഛനോട് എല്ലാം തുറന്ന് പറയാനുള്ള ധൈര്യം വരുന്ന വരെങ്കിലും പ്ലീസ്. നന്ദി കേട്ട നായെ, തന്തേനും തള്ളിനും പറയിപ്പിക്കാനായിട്ടുള്ള സന്തതി. അച്ഛാ, ഒരൊറ്റ കാര്യല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഞാൻ പൊക്കോളാം. അച്ഛനും അമ്മയ്ക്കും നാണക്കേടാവൻ ഞാൻ ഇനി വീട്ടിലുണ്ടാവില്ല. അവരെന്നോട് പോകരുതെന്ന് പോലും പറഞ്ഞില്ലടാ, ഒരു വട്ടം പോലും. ഏതൊക്കെയോ ബസ്സിൽ മാറിക്കേറി എന്തൊക്കെയോ വാങ്ങി തന്നു. അങ്ങനെ ഇനി എന്തെന്ന് ആലോചിക്കുമ്പോഴാ അത് നിന്നെ കണ്ട്. അല്ലാതെ ഞാൻ ജോലി അന്വേഷിച്ച് നടന്നതൊന്നുമല്ല. എനിക്ക് ജേഡൻ എവിടെയാന്ന് അറിയണം സച്ചി. ഡു യു സ്റ്റിൽ ലവ് ഹിം? അവൻ വേറെ റിലേഷനിലാണെങ്കിലോ സ്റ്റിൽ ഐ ലവ് ഹിം. എനിക്കവനെ വേണം സച്ചി. ഇന്നലെ വന്ന 109 ഇഞ്ചുറി കേസ് ഇല്ലേ, ആ അയാളുടെ ഡീറ്റെയിൽസിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ നമുക്ക്? ഇല്ല ഡോക്ടർ, ചോദിച്ചപ്പോ പറയാൻ സൗകര്യമില്ലെന്നാ പറഞ്ഞേ. ഹാ ബെസ്റ്റ്. ഇനി ആ സാധനത്തിന് എവിടുന്ന് കണ്ടുപിടിക്കും? അപ്പൊ ഞാൻ പോവാ. എന്തേലും എമർജൻസി വന്നാ വിളിക്കേ. ഓക്കെ ഡോക്ടർ. എന്താ അപ്പ? നീ ഞാൻ വിളിച്ചിട്ടെന്താ എടുക്കാത്തെ? ഡ്രൈവിംഗിലായോണ്ട്. നിന്റെ ബ്ലൂടൂത്ത് എന്താ അടിച്ചു പോയോ? നീ ആരോട് ചോദിച്ചിട്ടാടാ 6500 രൂപ ബില്ല് സെറ്റിൽ ചെയ്ത്? അവരൊരു പുവർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ. അങ്ങനെയുള്ളവരോട് വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പോവാൻ പറയടാ. ഞാൻ ഹോസ്പിറ്റലിൽ നടത്തുന്ന പട്ടിണിപ്പാവങ്ങളെ ചികിത്സിക്കാനല്ല. ഞാൻ അറിയാതെ നീ ഇതുപോലെ എത്ര ഇടത്തിന് ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുഖത്ത് നോക്കട്ടെ നായെ. ഇനി എന്നോട് നെറുകേട് കാണിച്ചാണ്ടല്ലോ. Who are you? സച്ചി, call the police. ഡോക്ടർ വിളിക്കില്ല. ഹോഹോ, അപ്പൊ എന്നെ തല നീ ഏർപ്പാടാക്കിയ ഗുണ്ടയാണല്ലേ? പപ്പയോ ഫാദറാ? You are gonna pay for this. ഡോ, താൻ എന്ത് പണിയാ കാണിച്ചേ? എനിക്കറിയത് ഡോക്ടറെ തന്തയാണെന്ന്. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ചവിട്ടിയേ? ഒരു ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. അന്ന് പൈസ മേടിക്കാതെ എന്റെ മുറിവ് കിട്ടിയതല്ലേ. അത് തന്നോട് കരുണ തോന്നിട്ടൊന്നുമല്ല, എങ്ങനെങ്കിലും ഒന്ന് പോട്ടേന്ന് എഴുതിയിട്ടാ. കർത്താവ് ഇത് കടിക്കോ? നിക്ക്, തന്റെ പേരെന്താ? ജെറാൾഡ്. ഓ, വീട് അറിഞ്ഞിട്ടെന്തിനാ? നിക്ക്, എന്റെ കാർ കംപ്ലൈന്റ് ആയി, ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? എന്താ പറ്റിയേ? ഞാൻ നോക്കാം. ആള് വരും, വിളിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താ മതി. ശരി, കേറ്. ജെറാൾഡ് എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പ എങ്ങനെ ജീവിക്കുന്നേ? അപ്പനുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഓ, നെപ്പോട്ടിസം. ഡോക്ടറിന്റെ അപ്പന്റെ ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നേ? അതെ. ഓ, നെപ്പോട്ടിസം.
ഇവിടെ മതി, അതാ വീട്. പോലെ ഞാൻ പൈസ എടുത്തിട്ട് വരാം. ഏയ് എന്തിനും വേണ്ട. വേണം, പ്ലീസ് ഡോണ്ട് ലീവ്. ഷേ ഡാ കാശി, ഇവൻ ഉറങ്ങുവാണോ? ഇവൻ എവിടെ പോയി? ഷേ ഡോക്ടർ, എനിക്ക് പോണം. ഹാ, ഐ ആം കമ്മിങ്. ഇതാ, ഇതൊന്നും വേണ്ട പ്ലീസ്, എന്റെ ഒരു സമാധാനത്തിന്. ഓക്കെ, ജെറാൾഡ് നമ്പർ തരുമോ? എന്തിന്? പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാ? എന്താവശ്യം? കാർ കംപ്ലൈന്റ് ആവുമ്പോ ഡ്രോപ്പ് ചെയ്യാനാണോ? അല്ല, ആരെങ്കിലും തല്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനെന്താ ഗുണ്ടയോ? അപ്പൊ അല്ലേ? ഓക്കെ പൊക്കോ, താങ്ക്സ്. ഇവനോടൊക്കെ പെൺപിള്ളേർക്ക് എങ്ങനെ പ്രേമം തോന്നിയാവോ? എവിടെ പോയി കിടക്കുവായിരുന്നടാ? ബീച്ചില്. ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരുന്നോ? ആ, നീ വിളിച്ചിരുന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, എല്ലാം കൊണ്ട് തൊളിച്ചിട്ട് അവൻ കടൽ കാണാൻ പോയിരിക്കുന്നു. ഇതുവരെ കാണാത്ത സാധനമാണല്ലോ. ഡാ, എന്താ കാര്യം? മാത്യു ഒന്നും ഇവിടെ വന്നിരുന്നു. നിന്നെ അവനെ കാണിക്കാൻ വിളിക്കാൻ വന്നപ്പോ ഡോർ ലോക്ക്. ഞാൻ വിചാരിച്ച് ലോക്ക് ചെയ്ത് ഉറങ്ങുമായിരിക്കുന്നു. എവിടെ? അവനെന്തിനാ വന്നേ? എന്നെ കാണാനാണോ? അതിന് നീ എവിടെ ഉണ്ടെന്ന് അവനറിയാം. പിന്നെന്തിനാ വന്നേ? എന്നെ ഡ്രോപ്പ് ചെയ്യാൻ. നിന്നെയോ? ആ, വഴിന്ന് കിട്ടിയതാ. എന്നെ എന്റെ തന്ത കാണാൻ വന്നിരുന്നു. റോട്ടിൽ വെച്ച് അങ്ങേരെ എന്നെ തല്ലി. അപ്പൊ അവൻ വന്ന് അപ്പനെ ചവിട്ടി താഴെട്ടു. അയ്യോ, ആകെ സീനായി. ഇനി അങ്ങേരെന്തൊക്കെ കൊല്ലപ്പാണ് ഉണ്ടാക്കാൻ പോണേ. എന്നിട്ട് നിന്നെ കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരണല്ലോ. അതുകൊണ്ട് ഞാൻ കാർ കംപ്ലൈന്റ് ആയിന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് വെള്ളം നടന്നു. നമ്പർ ചോദിച്ചിട്ട് തന്നില്ല. വീട് ചോദിച്ചു, പറഞ്ഞില്ല. ശേ, ഏതു നേരത്താണോ പുറത്തു പോകാൻ തോന്നിയത്? ആ, ഇനി ഇതും പറഞ്ഞിവിടെ ഇരുന്നോ. നീ വാ, ബൈക്ക് എടുക്ക്, എന്റെ കാർ എടുത്തിട്ട് വരാം. എടാ, നീ വിഷമിക്കല്ലേ. എനിക്കെല്ലാം ഒരു നിമിത്തമായിട്ടാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇത്രയും കോയിൻസിഡൻസ് ഒക്കെ നടക്കൂ. അതുകൊണ്ട് മാത്യുവിനെ നമുക്ക് ഇനിയും കാണാൻ പറ്റും. ഞാനല്ലേ പറയുന്നേ, നീ വാ. ഇന്ന് കണ്ടോടാ? ഇല്ലടാ, നീ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. കണ്ടോടാ? ആ, നീ വന്നോ? കണ്ടില്ല. ഡാ, എന്നെങ്കിലും കാണുവടാ. എന്റെ മരണം വരെയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ അതുവരെ എങ്ങനെ ജീവിക്കുന്നറിയില്ലടാ. ഡോക്ടർ ചെലവ് ചെറുക്കല്ലാണോ? അല്ല, ഈ ഷോപ്പിക്കാരോട് ചോദിച്ചതാ. ഇതെന്താ ഈ പാട്? അന്ന് താൻ ഞാൻ പൈസ മേടിക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ഒരു പ്രത്യുപകാരം ചെയ്തില്ലായിരുന്നു. അതിനെന്റെ തന്ത തന്നതാ. വേറെയും പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. 3 മാസം സാലറി ഇല്ലാണ്ട് പണിയെടുക്കണം. കൂടാതെ എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. വണ്ടിയും വാങ്ങി വെച്ചു. വീട് എന്റെ പേരിലായോണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. താങ്ക് യു സോ മച്ച്. എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. നോ, എന്റെ റൂംമേറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐ എം സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. തനിക്കെങ്കിലും അങ്ങേർക്കിട്ടൊന്ന് കൊടുക്കാൻ പറ്റിയല്ലോ. അയാൾ ഡോക്ടറിന്റെ രണ്ടാനച്ഛനാണോ? നോ, അങ്ങേര് തന്നെ എന്റെ തന്ത. വേണോ വേണ്ടോ എന്ന് വിചാരിച്ചുണ്ടാക്കിയ മുതലാ ഞാൻ. അതാ എന്നോട് ഇങ്ങനെ. നല്ല പൂത്ത കാശുള്ള വീട്ടിലൊരു പെണ്ണിനെ കെട്ടി, ആ വകയിൽ സ്ത്രീധനവും കിട്ടി. അതിനുവേണ്ടി മാത്ര അങ്ങേരെന്റെ അമ്മയെ കെട്ടി. കെട്ടുകഴിഞ്ഞ 5-6 കൊല്ലായിട്ടും വിശേഷമൊന്നും കാണാത്തോണ്ട് മമ്മീനോട് കാര്യം തിരക്കിയപ്പോഴാ ബാക്കിയുള്ളവരറിഞ്ഞ്. അവർ വെറും റൂംമേറ്റ്സ് ആയിരുന്നു. അവസാനം അപ്പാപ്പനൊക്കെ സ്വത്തിനൊരു അനന്തരാവകാശി വേണ്ടേ, അല്ലെങ്കിൽ കുടുംബക്കാര് കൊണ്ടുപോകും പറഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ് ഞാൻ. അതാ എന്നോട് ഇങ്ങനെ. ഞാൻ കൊണ്ടാക്കണോ? വേണ്ട, ബസ്സിൽ പോരും. പോട്ടെ. ഡോക്ടർ, ഡോക്ടറിന്റെ പേരെന്താ? സച്ചിൻ. സച്ചിൻ. അയ്യോ, അതെ, തന്റെ നമ്പർ ഒന്ന് തരുമോ? ഇന്നത് പറ്റി? ഇനി ആവശ്യമുണ്ടല്ലോ, വണ്ടിയില്ലല്ലോ. ഇതാ എന്റെ നമ്പർ. ഒന്ന് മെസ്സേജ് ഇട്ട് വെച്ചേക്ക്. ഓക്കെ, ബൈ. ബൈ.
ഹലോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കണ്ടോ? കണ്ടു. എവിടുന്ന്? ടൗണിന്ന്. എന്തു പറഞ്ഞു? എന്റെ തന്തയുടെ കാര്യം പറയുമായിരുന്നു. നീ പേടിക്കണ്ട, അവന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. ആണോ? ആ, നീ വിളിച്ചു നോക്ക്. വേണ്ട, ചിലപ്പോ എന്റെ പേര് പറയുമ്പോ തന്നെ അവൻ കൂള് കെട്ടാക്കും. അത് ശരി, ഇത് പറയാനായിരുന്നു നീ 3 ആഴ്ച അവനെ കണ്ടോ എന്ന് ചോദിച്ചോണ്ടിരുന്നേ? അല്ലടാ, ഞാൻ നേരിട്ട് ചോദിച്ചാൽ ശരിയാവില്ല. നീ അവനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യും, എന്നിട്ട് ബാക്കി നോക്കാം. ബെസ്റ്റ്. ഇപ്പൊ ജീവനെങ്കിലും ബാക്കിയുണ്ട്. ഇനിയും അവന്റെ കൂടെ കണ്ട എന്റെ തന്ത എന്നെ കൊല്ലും. കാണണ്ട, ഫോണുണ്ടല്ലോ. ശരി ശരി. എന്റെ പൊന്നോ, ഇതുപോലൊരു ഡേ. ഡോക്ടറിന് നാളെ ലീവ് എടുത്തൂടെ? താൻ എന്റെ പപ്പേനോട് പറയോ? ഓക്കെ, ബൈ ഡോക്ടർ, ഗുഡ് നൈറ്റ്. ഇനി ബസ്സൊക്കെ ഉണ്ടോ ആവോ? ഇന്നെന്താ ഇഞ്ചുറി? ഞാൻ ഡോക്ടറെ പിക്ക് ചെയ്യാൻ വന്നയാ. എന്നെയോ? ഞാൻ കാരണല്ലേ കാർ പോയെ. സോ ഞാൻ ഈ ടൈമിൽ ഇറങ്ങുന്നതെന്ന് എങ്ങനെ അറിയാം? ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ചോദിച്ചായിരുന്നു. അത് ശരി, എന്നാ വാ പോവാം. ഈ സർവീസ് എന്നും പ്രതീക്ഷിക്കാവോ? കാർ കിട്ടുന്നവരെ പോരെ, ധാരാളം. താങ്ക് യു ജെറാൾഡ്. ഡോക്ടറിന് എത്ര വയസ്സുണ്ട്? 29. ഓ, അപ്പൊ പേര് വിളിക്കാം. ഗുഡ് നൈറ്റ് സച്ചിൻ. ഗുഡ് നൈറ്റ്. എന്താടാ? ഞാൻ കണ്ടു. അത് മാത്യു തന്നെയാ. നീ എനിക്ക് കുറച്ച് ടൈം താ, ഞാൻ എല്ലാം ചോദിച്ചറിയാം. ഹലോ. ഇന്ന് ഞാൻ നേരത്തെ പോവും, കൂട്ടാൻ വരണ്ട. ഓക്കെ. ഞാൻ ഇറങ്ങുവാണോ? എന്തേലും ഉണ്ടെങ്കിൽ വിളിക്ക്. ഹേയ്, എന്താ ഇവിടെ? നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞില്ലേ? എന്നെ കാത്തു നിന്നതാണോ? അതെ, ശരിക്കും? വാ, ഞാൻ കൊണ്ടാക്കാം. നാളെ എപ്പോഴാ ഇറങ്ങാ? നാളെ ഞാൻ ലീവാ. ഓ ആണോ? എന്നാ ഇപ്പൊ വീട്ടിൽ പോണോ? വേറെ അങ്ങോട്ട് പോവാനാ? ഒരു സ്ഥലമുണ്ട്, വരുന്നോ? അത് എന്താ, എന്നെ പേടിയാണോ? ചെറുതായിട്ട്. ഇങ്ങനെ ചിരിക്കല്ലേ, എന്നെ പേടി കൂടുന്നു. നീ എങ്ങനെ ഡോക്ടറായേ? ആയതല്ലോ, ആക്കിയതല്ലേ. ആര്? എന്റെ അപ്പൻ. ലാഭമില്ലാത്ത ഒരു കച്ചവടവും പുള്ളി ചെയ്യില്ല. അതിലൊരു കച്ചവടം ഞാനാ. എനിക്ക് വേണ്ടി ചിലവാക്കിയതൊക്കെ ഇവിടെ തന്നെ പണിയെടുത്ത് വീട്ടാ. അങ്ങേരോടുള്ള പേടിയുടെ പകുതി പോലും നിന്നോടില്ല. ഹൗസ് ഇറ്റ്? നമ്മുടെ സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്ലേസോ? ഹോസ്പിറ്റലിനപ്പുറവും ലോകമുണ്ട് സച്ചിൻ. താങ്ക് യു ജെറാൾഡ്, താങ്ക് യു സോ മച്ച്. ഐ എം ഓൾഡർ താനും. സോ വാട്ട്? നിന്നെ മുമ്പ് ലേറ്റാന്ന് വിളിക്കണോ ഞാൻ? ഹേയ്, പറഞ്ഞേ ഉള്ളൂ. എന്നാ പോയാലോ? വേറെ 1-2 സ്ഥലങ്ങൾ കൂടെ ഉണ്ട്, പിന്നൊരു ദിവസം കാണിച്ചു തരാം. എനിക്കങ്ങനെ ലീവൊന്നും കിട്ടൂല. ഡോക്ടറിന്റെ സ്വന്തം ഹോസ്പിറ്റൽ തന്നെയല്ലേ. എന്റെ അല്ല, എന്റെ അപ്പന്റെ. അപ്പോഴും തന്നെ തന്നെയല്ലേ? അല്ല ജെറാൾഡ്, അതൊന്നും എന്റെ അല്ല. അവരാരും എന്റെ അല്ല. അപ്പോ ഡ്രിങ്ക്സ് കഴിക്കോ ഇടയ്ക്ക്? എന്തേ? എങ്കി വാ. വേണ്ട, മൂടില്ല. കമോൺ ഡോക്ടർ, മൂഡ് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളെ നമ്മൾ കഴിക്കാൻ പോണേ. അധികം ആൾക്കാർ പോകുന്നിടത്തൊന്നും പോണ്ട, തന്തപ്പൊടി അറിയും. സീന, ട്രസ്റ്റ് മീ, ഐ ട്രസ്റ്റ് യു. നിനക്ക് ഈ സ്ഥലമൊക്കെ എങ്ങനെ അറിയാം? എക്സ്പ്ലോറിംഗ്?
ആൻഡ് ഫൈൻഡിങ്. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. നീ ശരിക്കും ഗുണ്ടയല്ലേ? ഏയ്, മാഫിയ. ചേഴ്സ്. അത് ശരി, നീ തന്നെയല്ലേ സത്യം പറയാൻ പറഞ്ഞേ? എന്ന് വെച്ച് ഇങ്ങനെയാണോ പറയാ? കൊള്ളാം. മാഫിയ പറയുമ്പോ ഡ്രഗ്സ്, ഗൺസ്, കിൽസ്, ബ്ലഡ്. ഇത് അപ്പടിയേ വേറെ ട്രാക്ക്. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. അത് വിട്. എന്താ പേടിയാവുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. അതെന്താ? ഒന്നുമില്ല. നീ എന്നെ കൊണ്ടാക്ക. അപ്പൊ നാളെ തൊട്ട് ഞാൻ വേണ്ടല്ലോ? അതെന്താ? അല്ല, ഞാൻ ഒരു മാഫിയ ആയതുകൊണ്ട് ഐ ട്രസ്റ്റ് യു. നീ ഇത് എവിടെയായിരുന്നു? മാത്യുവിന്റെ കൂടെ. അവന്റെ കൂടെയോ? അവൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. എന്നിട്ടൊരു മലയേന്റെ മേലെ കൊണ്ടുപോയി. എന്ത് രസമായിരുന്നു അറിയോ? ഇവിടെ അങ്ങനെ ഒരു സ്ഥലമുള്ളത് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലടാ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എന്നെ ആരും ഇതിനു മുമ്പ് ഇങ്ങനൊന്നും കൊണ്ടുപോയിട്ടില്ല. ആരും. ആ കാശി, വേറൊരു കാര്യമുണ്ട്. ഞാൻ അവനോട് നീ ഗുണ്ടയാണോ ചോദിച്ചപ്പോ അവനല്ല മാഫിയ ആണെന്ന് പറഞ്ഞു. വാട്ട്? മാഫിയ? അപ്പൊ ജെയ്ഡൻ? നോ, അവനെ കൊണ്ടൊരു ഉറുപ്പിനെ പോലും നോക്കാൻ പറ്റില്ല. എടാ, ഞാൻ ഇറങ്ങുവാ. പൈസ ഉണ്ടോ കയ്യില്? ആ ഉണ്ട്, നാളത്തേക്ക് മതി. ഓക്കെ, ബൈ. നീ എന്താ രാവിലെ? ചുമ്മാ. ആ, ഇതിപ്പോ എനിക്ക് വീണ്ടും സാലറി കിട്ടാൻ തുടങ്ങുമ്പോ മൊത്തം ഞാൻ നിന്റെ എണ്ണ പൈസ തരേണ്ട വരുമല്ലോ. ഹേയ്, ഓ ഷിറ്റ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? നീ ലേറ്റ് ആകുവാണെ പോക്കോ, ഞാൻ ടാക്സി പിടിച്ചേരാം. വേണ്ട, ശരിയാക്കിയിട്ട് ഒരുമിച്ച് പോവാം. താങ്ക് യു. നൈറ്റ് കാണാം. ഓക്കെ, ബൈ. ടൈം എത്രയായി സച്ചിൻ? അത് ടയർ പഞ്ചറായി. ആരാ അവൻ? എന്റെ ഫ്രണ്ടാ. എന്നെ ചവിട്ടിയവന്റെ കൂടെ തന്നെ നിനക്ക് ഫ്രണ്ട്ഷിപ്പ് വേണല്ലേ? അപ്പൊ നീ അത് എൻജോയ് ചെയ്യുമായിരുന്നു അല്ലേ? നാളെ നീ അവനെ കൊണ്ട് എന്നെ തല്ലിക്കില്ലെന്ന് എന്താ ഉറപ്പ്? പപ്പ, നിനക്ക് ഇഷ്ടമുള്ള ടൈമിൽ കണ്ണി കണ്ടവന്മാരോടെ കറങ്ങി നടന്ന് തോന്നുമ്പോ വന്ന് ഡ്യൂട്ടി ചെയ്യാൻ കരുതിയോ? പപ്പ പ്ലീസ്. നാണക്കേട് തോന്നുന്നുണ്ടല്ലേ? എല്ലാരും കാണുന്നുണ്ടല്ലേ? ഇപ്പൊ നിനക്ക് തരുന്ന പനിഷ്മെന്റ് കണ്ട ഇവിടെയുള്ള ഒറ്റ ഒരെണ്ണത്തിന് ഇതുപോലെ ചെയ്യാൻ തോന്നരുത്. ശേ, ഇത് സച്ചിന്റെ ഫോണല്ലേ? സച്ചിൻ വാ. നീ ഇനി എന്റെ മോനല്ല. ഇതുവരെ ആയിരുന്നു. സച്ചിൻ വാ, പോവാം. ഇരിക്കെ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. വേണ്ട. ഡ്രിങ്ക്സ് ഉണ്ടോ? വെയിറ്റ്. ഇന്ന നീ ഓക്കെ അല്ലേ? ഐ എം നോട്ട്. എന്തിനാ ഈ കഴിഞ്ഞ 29 വർഷം ഞാൻ ജീവിച്ചേ? എല്ലാവരുടെ ഇഷ്ടത്തിനാ ചെയ്ത്. മര്യാദയ്ക്ക് ഒരു ലീവ് പോലും കിട്ടാതെ അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിന്? നീ എനിക്ക് എവിടുന്നേലും ഒരു 12 ലക്ഷം താ. നീ മാഫിയാണെന്നല്ലേ പറഞ്ഞേ? നിന്റെ അടുത്തുണ്ടാവില്ലേ? കടായിട്ട് മതി. ഞാൻ നീ പറയുന്ന എന്ത് ജോലി ചെയ്തോളാം. എന്ത് ജോലി ചെയ്താലും അത് അവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഭേദമായിരിക്കും. സച്ചിൻ മതി. ഇല്ല, ഇന്നെങ്കിലും എനിക്ക് തോന്നിയ പോലെ നടക്കണം. പ്ലീസ് ലെറ്റ് മീ. എന്നെ അവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി. ഇനി ഞാൻ അയാളുടെ മോനല്ലേ?
ആയിരിക്കില്ല. അല്ലെങ്കിൽ ലോകത്ത് ഏതച്ഛനോ? സച്ചിൻ, നീ പോയി കിടക്ക്. ഉറങ്ങാൻ പറ്റില്ലടാ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലടാ. ആദ്യം പഠിക്കാൻ പറഞ്ഞ ഉറക്കിയില്ല. ഇപ്പൊ ഒരു ലീവ് പോലും തരാതെ ജോലി ചെയ്യാൻ പറഞ്ഞ ഉറക്കുന്നില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചത് അവർക്ക് വേണ്ടിയാ. അപ്പൻ എന്നോടൊരു നല്ല വാക്ക് പറയാനാ. എന്നിട്ടും സച്ചിൻ, മതിയടാ, കൊറേയായി. ഇതെന്റെ ലാസ്റ്റാ. പ്ലീസ് ആഡ് സം പോയിസൺ. സച്ചിൻ, പ്ലീസ്, ഐ ബെഗ് യു, പ്ലീസ്. അല്ലെങ്കിൽ നിനക്ക് കൊല്ലാൻ അറിയില്ലേ? പ്ലീസ്, പ്ലീസ് കിൽ മീ, പ്ലീസ്. സച്ചിൻ, നിർത്ത് പ്ലീസ്. എന്നെ ഒന്ന് കൊന്നു തരുമോ? സച്ചിൻ, ഒന്ന് പറയുന്ന കേൾക്ക്. നീ കുടിച്ചോണ്ട ഇങ്ങനൊക്കെ? അല്ലടാ, ചാകാൻ പേടിയായോണ്ടാ. ഞാൻ ഒത്തിരി തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. സച്ചിൻ, പ്ലീസ്, ഒന്ന് കൊന്നതാ. നിന്റെ കൈ കൊണ്ട് മരിച്ച ഞാൻ ഹാപ്പി ആയിരിക്കടാ. നീ പോയൊന്ന് മുഖം കഴിക്കേ. എന്നോട് ഇത്തിരി ദയ കാണിക്കടാ, നീയെങ്കിലും. താങ്ക് യു ഫോർ എവറിത്തിങ്. എന്റെ ലൈഫില് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയ 2 ഗിഫ്റ്റിൽ ഒന്നാ നീ. നമ്മളന്ന് പോയ മലയുടെ മുകളിൽ എന്നെ ഒന്നുകൂടെ കൊണ്ടുപോവോ? എന്നിട്ട് എന്നെ അവിടെ തള്ളി താഴെയിടോ? സച്ചിൻ, അത്രയ്ക്കും അടുത്ത് പോയടാ ഞാൻ. അപ്പൊ നിനക്ക് 12 ലക്ഷം വേണ്ടേ? നിന്റെ തന്തയ്ക്ക് കൊടുക്കണ്ടേ? നീ ഒന്ന് കിടക്ക്, ഉറക്കം വന്നോളൂ. പ്ലീസ് കിൽ മീ, ഡാം ഇറ്റ്. I'm sorry, I didn't mean to. നീ ഒന്ന് ഉറങ്ങ്, നമുക്ക് നാളെ സംസാരിക്കാം. സ്റ്റോപ്പ്. Fill me with your ink. At least എന്റെ ഈ ആഗ്രഹമെങ്കിലും. സച്ചിൻ, I beg you, please. I'm sorry. നീ കള്ളം പുറത്ത് പറയുന്നതാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ബട്ട് I couldn't resist myself from I was in my right mind. It's not your fault. ഞാനല്ലേ നിന്നെ ഫോഴ്സ് ചെയ്തേ. ഞാൻ നിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചു പോലുമില്ല. എന്റെ തന്ത എന്നോട് ചെയ്തത് തന്നെ ഞാൻ നിന്നോടും ചെയ്തു. എന്റെ ആവശ്യം ഞാൻ നിന്നെ അടിച്ചേൽപ്പിച്ചു. I'm sorry ജെറാൾ. എനിക്കറിയായിരുന്നു നീ ഇമോഷന്റെയും കണ്ണിന്റെയും പുറത്ത് ആവശ്യപ്പെട്ടതാണ്. ഉറങ്ങിയെഴുന്നേൽക്കുമ്പോ എല്ലാവരും സ്വപ്നം പോലെ കണ്ട് പരസ്പരം ബായ് പറഞ്ഞു പോണെന്ന്. കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടൊരു സ്വപ്നമാണെന്ന് കരുതി മറക്കാം അല്ലേ? ഐ വിഷ് ഈ രാത്രി ഞാൻ ഒരിക്കലും മറക്കരുതെന്ന്. ഐ ഫെൽറ്റ് ഹെവൻ ഇൻ മീ. എന്റെ
എന്റെ ലൈഫിലെ ഏറ്റവും നല്ല മെമ്മറീസ് നിന്റെ കൂടെ ആയിരുന്നു ജെറാൾഡ്. എന്റെ ലൈഫിൽ ആദ്യം എനിക്ക് വേണ്ടി എന്റെ അപ്പനോട് സംസാരിച്ചത് നീയാ. ഇവൻ എന്റെ അമ്മ പോലും. നീ അന്ന് എന്നെ ആ മലേന്റെ മുകളിൽ കൊണ്ടുപോയില്ലേ? ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും നല്ല കാഴ്ച അതായിരുന്നു. And about yesterday, you healed something that you never broke. I truly wish ഇന്നലത്തെ ദിവസം ഒരിക്കലും കഴിയാതിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ ഇന്നലെ ലോകം അവസാനിച്ചിരുന്നെങ്കിലെന്ന്. I want to live in that moment forever. I wish നമ്മൾ ശരിക്കും I am not God's favorite child. പുള്ളിക്ക് എന്നെ കണ്ടൂടാ. എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി പഠിച്ചു വിട്ടതാ. ഞാനൊക്കെ ഒന്നും ആഗ്രഹിക്കാൻ പോലും യോഗ്യതയില്ല. ആ നരകത്തുനിന്ന് രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഞാൻ എന്നാ പോട്ടെ. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നൊന്ന് വീട്ടിൽ കൊണ്ടാക്കി തരുമോ? ഞാൻ നിന്നെ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നിനക്ക് ഞാൻ 12 ലക്ഷമല്ല 12 കോടി തരാം. എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാ പറഞ്ഞില്ലേ? യെസ്, ഐ വിൽ ഡു എനിത്തിങ്. പ്രോമിസ്? പ്രോമിസ്. ബി മൈ ബോയ്ഫ്രണ്ട്. ബി മൈ ബോയ്ഫ്രണ്ട്. ബി മൈ ഫോറെവർ. ദൈവം എന്തിനു വേണ്ടി പഠിച്ചു വിട്ടതല്ല നിന്നെ, എനിക്ക് വേണ്ടി പഠിച്ചു വിട്ടതാ. കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നം ഇനി എല്ലാ രാത്രിയും നമ്മൾ ഒരുമിച്ച് കാണും. I love you.